തൃശ്ശൂർ പൂരത്തിന് ഒരുപാട് ആനകൾ എത്തുന്ന ഒരിടമാണ്. ആ ആനകൾ എത്തുന്നതിനോടൊപ്പം തന്നെ അവയ്ക്കുള്ള ഭക്ഷണം ഉറപ്പാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആനകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണങ്ങളിലൊന്നാണ് ഈ തീറ്റപ്പുല്ല് എന്ന് പറയുന്നത്. അതിപ്പോൾ ഈ ചൂടെല്ലാം വർദ്ധിച്ച സാഹചര്യത്തിൽ കിട്ടാത്തൊരു പ്രശ്നം കൂടിയുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് ആനച്ചൂര് എന്ന് പറയുന്ന സംഘടന, ഒരു കൂട്ടം യുവാക്കളുടെ സംഘടനയാണ്. അവർ ഈ തൃശ്ശൂർ പൂരത്തിന് വേണ്ട, ഈ ആനകൾക്ക് വേണ്ട പുല്ല് സൗജന്യമായി എത്തിക്കുകയാണ്. അവർ 5 വർഷമായി ഇത്തരത്തിൽ ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഇവരുടെ ഒരു പ്രവൃത്തി എങ്ങനെ കാണുന്നു? ആനച്ചൂര് കൂട്ടായ്മ 5 വർഷമായി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് പുല്ല് കിട്ടാൻ ബുദ്ധിമുട്ട്, പട്ട കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള സമയത്ത് ഇത്രയും ബുദ്ധിമുട്ടി ഇവരെ കൊണ്ടുവന്ന് തന്നതിന് പാറമേക്കാവ് ദേവസ്വത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. ഈ പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങളിലുള്ള എല്ലാ ആനകൾക്കുമുള്ള പുല്ല് ഇവരെത്തിക്കുന്നത്. നിങ്ങളിപ്പോൾ എത്രത്തോളം നാളുടെ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? തുടർച്ചയായി ഞങ്ങൾ 5-ാം വർഷമാണ് ഇത് ചെയ്യുന്നത്. ഞങ്ങൾ മാക്സിമം നല്ല പുല്ല് നോക്കി ഈ ഒരു സമയത്തേക്ക് ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ട് ഇവിടെ എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. കാരണം ഞങ്ങളൊരു ഓൾ കേരള എല്ലാം നമ്മുടെ ആനപ്രേമികൾ എല്ലാവരും കൂടി ഞങ്ങൾ ആനച്ചൂർ എന്നൊരു സംഘടന നമ്മളെന്ത് ചെയ്യുന്ന വെച്ചാൽ ആനകളോടുള്ളൊരു ഇഷ്ടം കൊണ്ട് മാത്രം ചെയ്യുന്നതാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കേരളത്തിലെ ഏറ്റവും വലിയൊരു പൂരം, അതിനുവേണ്ടി നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു നല്ലൊരു ആനകൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഇതാണല്ലോ. ഇതിലുള്ള ആന പ്രേമികളുടെ ഒരു കൂട്ടായ്മ എന്ന് പറയുമ്പോൾ അത് പല സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണോ? ഇവരെല്ലാം പല എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. എന്തിലൊക്കെ വർക്ക് ചെയ്യുന്ന പല മേഖലകൾ, ഒരുപാട് പ്രവാസികളുണ്ട്, നാട്ടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഹോസ്പിറ്റാലിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ ഒരുപാട് എല്ലാ ഫീൽഡിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇതിൽ. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ഞങ്ങൾ ആനപ്രേമികൾ പറയുമ്പോൾ പൊതുവേ എല്ലാവർക്കും ആനപ്രേമികൾ എന്ന് പറയുമ്പോൾ ഒരു പുച്ഛാണ്. പക്ഷേ ഞങ്ങൾക്ക് വരുന്നൊരു വികാരമാണ്. പക്ഷെ ഞങ്ങൾ തൃശ്ശൂർക്കാർക്ക് അങ്ങനെയല്ല, ആനപ്രേമികൾ എന്ന് പറയുമ്പോൾ ഒരു പുച്ഛമില്ല. അതുകൊണ്ട് തന്നെ എന്തായാലും ആനകൾക്ക് വേണ്ടി, ആനകളെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി വളരെ മികച്ച ഒരു കാര്യം തന്നെയാണ്, എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ആന്റണി ഗ്രിഗറിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.